ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ +1 നന്നായി പഠിക്കാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ ഉഴപ്പിൻ്റെയൊക്കെ സങ്കടത്തിലാണോ നിങ്ങൾ? ഇനി എങ്ങനെ പഠിക്കും, +2 എങ്ങനെ നന്നായി പഠിക്കാം, നല്ലൊരു സ്കോറിലെത്താം എന്നൊക്കെയുള്ള ടെൻഷനിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വരുമ്പോൾ ഒരു 90% മാർക്കൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ എവിടെയൊക്കെയോ ഉഴപ്പിപ്പോയി. കുഴപ്പമില്ല, ഇനി അങ്ങോട്ടുള്ള ദിവസം നല്ല സിസ്റ്റമാറ്റിക്കായി പഠിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു 20% മാർക്കും A+ ഒക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. +1 വെച്ച് നോക്കുമ്പോൾ +2 കുറച്ചുകൂടെ ഈസിയാണ് സബ്ജക്ട്സ് എല്ലാം തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു മാർക്കിലോട്ട് എത്തിച്ചേരാൻ പറ്റും. എനിക്കാണെങ്കിലും ഇപ്പോൾ +1 ഒരു 78% മാർക്കിൻ്റെ അടുത്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ +2 നന്നായി പഠിച്ചിട്ടാണ് +2 പാസ് ഔട്ട് ആകുമ്പോൾ എനിക്ക് 90% മാർക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് NCERT ഒക്കെ ചെറിയ രീതിയിലെങ്കിലും വായിച്ചത് എന്നൊക്കെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നീറ്റ് എക്സാമിനേഷൻ ആയാലും നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ ആയാലും ഒക്കെ കുറച്ചുകൂടെ ടഫ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ NCERT നന്നായി വായിക്കണം, ചില ടോപ്പിക്സ് കുറേ തവണ വായിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഒക്കെ തന്നെ നമ്മൾ തുടക്കം തൊട്ടേ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കുറച്ച് ഈസി ആയിട്ട് മാറും, നമുക്ക് നല്ല മാർക്കിലോട്ട് എത്തിച്ചേരാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അത്രയേ ഉള്ളൂ. താങ്ക്